നമസ്കാരം. ഗർഭാശയ ക്യാൻസറാണ് സ്ത്രീകളിൽ കണ്ടുവരുന്നതിൽ അധികവും. കൃത്യമായ രോഗനിർണയവും ചികിത്സയും ഈ രോഗത്തെ പൂർണ്ണമായി ഭേദമാക്കാൻ സഹായിക്കും. ഗർഭാശയ ക്യാൻസറും HPV വാക്സിനും എന്ന വിഷയമാണെന്ന് ഡോക്ടർ ക്യൂവിൽ. സംശയങ്ങൾക്ക് മറുപടി നൽകുന്നത് IMA തിരുവനന്തപുരം പ്രസിഡന്റും തിരുവനന്തപുരം പ്രാൺ ഫെർട്ടിലിറ്റി സെന്ററിലെ ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ അനുപമ ആണ്. പ്രേക്ഷകർക്കും വിളിക്കാം. സ്വാഗതം ഡോക്ടർ ക്യൂവിലേക്ക്. നമസ്കാരം ഡോക്ടർ. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് പേടിയുള്ളൊരു കാര്യമാണ്. എന്താണ് ഈ സെർവിക്കൽ ക്യാൻസർ? അതിന്റെ ഒരു ഗുരുതര വശം എന്താണ്? തീർച്ചയായിട്ടും സെർവൈക്കൽ ക്യാൻസറും മറ്റു പല ക്യാൻസർ പോലെ, സ്ത്രീകളിലുള്ള മറ്റു പല ക്യാൻസർ പോലെ തന്നെ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചാൽ വളരെ നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയുകയാണെങ്കിൽ പൂർണ്ണമായി സുഖം പ്രാപിക്കാൻ കഴിയുന്നതാണ്. സെർവൈക്കൽ എന്ന് പറയുമ്പോൾ ഗർഭാശയത്തിന്റെ ഏറ്റവും താഴത്തെ ഭാഗം, അതാണ് ഗർഭാശയ ഗളം എന്ന് പറയുന്ന മലയാളത്തിൽ. ആ ഭാഗത്ത് വരുന്ന ക്യാൻസറാണ് സെർവൈക്കൽ ക്യാൻസർ. ഇതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ മുൻകാലങ്ങളിൽ ഇത് വളരെ കുറവായിരുന്നു നമ്മുടെ സ്ത്രീകളിൽ. വർഷങ്ങൾ പുരാതന കാലത്ത് ഒരുപാടുണ്ടായിരുന്നു, പക്ഷെ പിന്നീട് അത് വളരെ കുറഞ്ഞതായിരുന്നു. ഇപ്പൊ വീണ്ടും സെർവൈക്കൽ ക്യാൻസർ വളരെ കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിലെ ശരിക്കും പറഞ്ഞാൽ രണ്ടാമത്തെ ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്യാൻസറായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകളിലെ. അത് തന്നെയാണ് ഈ ക്യാൻസറിന്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്ന് പറയാം. ശരി. ഏത് പ്രായക്കാരിലാണ് ഈ സെർവിക്കൽ ക്യാൻസർ കൂടുതലായി കാണപ്പെടുന്നത്? സാധാരണ 40 കഴിഞ്ഞ സ്ത്രീകളിലാണ്, പ്രത്യേകിച്ച് പ്രായം 50 കഴിഞ്ഞവർ ആണ് ഏറ്റവും കൂടുതലായിട്ട് ഇത് കാണാൻ സാധ്യതയുള്ളത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴാണ് നമ്മൾ ചികിത്സ തേടേണ്ടത്? തുടങ്ങിയ കാര്യങ്ങളൊന്നും പറയാം. തീർച്ചയായിട്ടും. ഇപ്പൊ ഈ ഒരു ഗർഭാശയ ഗള ക്യാൻസർ അല്ലെങ്കിൽ സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് ഏതെങ്കിലും നമ്മൾ വളരെ അപ്രതീക്ഷിതമായ ഒരു ബ്ലീഡിംഗ് ആണ് ഇതിന്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട രോഗലക്ഷണം. പ്രത്യേകിച്ച് ഇപ്പം മാസമറ നിന്ന സ്ത്രീകളാണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള ബ്ലീഡിങ്, അതായത് മാസമറ നിന്ന് കഴിഞ്ഞിട്ട് ഒരു തരത്തിലുള്ള ബ്ലീഡിങ് നമ്മൾ നോർമൽ എന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ പ്രതീക്ഷിക്കാൻ പാടില്ല. അങ്ങനെ ഒരു വർഷമൊക്കെ ഒരു സ്ത്രീക്ക് മാസമുറ ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം മാസമുറ നിന്നു അല്ലെങ്കിൽ ആർത്തവ വിരാമമായി എന്നാണ്. അതിനുശേഷമുള്ള ഏത് ബ്ലീഡിങ്ങും നമ്മൾ പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിങ് അല്ലെങ്കിൽ ആർത്തവ വിരാമത്തിന് ശേഷമുള്ള ബ്ലീഡിങ് എന്ന് പറയും. അത് ശരിക്കും പറഞ്ഞാൽ സെർവൈക്കൽ ക്യാൻസറിന്റെ ഒരു കോമൺ കാര്യമായ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായി വരാറുണ്ട്. അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണാൻ സാധ്യതയുള്ള ഒന്നാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം വരുന്ന ബ്ലീഡിങ്, പോസ്റ്റ് കോയിറ്റൽ ബ്ലീഡിങ് എന്ന് പറയും. അത് ശരിക്കും പറഞ്ഞാൽ ഈ സെർവൈക്കൽ ക്യാൻസറിന്റെ ഒരു പ്രധാന ലക്ഷണം, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രോഗലക്ഷണം അത് തന്നെയാണ്. എന്ന് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് അങ്ങനെ വരാം. എല്ലായ്പ്പോഴും ഈ ക്യാൻസർ കൊണ്ടാണ് ബന്ധപ്പെട്ടതിന് ശേഷം ബ്ലീഡിങ് എന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പം ഈ സെർവൈക്കൽ ഏരിയയിൽ തന്നെ ചെറിയ എന്തെങ്കിലും കാര്യമായ ഇൻഫെക്ഷൻസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹോർമോണൽ വ്യത്യാസങ്ങൾ ആ സ്ഥലത്ത് വന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ ചെറിയ കുരുപ്പുകൾ, പോളിപ്പ് എന്നൊക്കെ പറഞ്ഞ ചെറിയ കുരുപ്പുകളൊക്കെ ആ ഏരിയയിൽ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ബന്ധപ്പെട്ട് കഴിഞ്ഞ് ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ തീർച്ചയായിട്ടും അങ്ങനെ ബ്ലീഡിങ് കാണുകയാണെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടും ഈ ഒരു ക്യാൻസറിന്റെ കൊണ്ടല്ല എന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്ന വളരെ അത്യാവശ്യം. അതേപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെയുള്ള ബ്ലീഡിങ്, മെൻസസിന് ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് വരിക, അതായത് ഇപ്പോൾ ഒരു മാസം ആദ്യം പീരീഡ്സ് വന്നാൽ പിന്നീട് പിന്നെ ഒരു ബ്ലീഡിങ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ് വരികയൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും സെർവൈക്കൽ ക്യാൻസർ പോലെയുള്ള പ്രശ്നങ്ങളുടെ തുടക്കം വല്ലതും ആണോ എന്ന് നോക്കുന്നത് നല്ലതാണ്. പിന്നെ മറ്റൊന്ന് ഡിസ്ചാർജ് ആണ്. ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ചാർജ്, പ്രത്യേകിച്ച് ബ്ലഡ് മിക്സ് ചെയ്ത് വരുന്ന ഡിസ്ചാർജുകൾ, അതേപോലെ തന്നെ പഴുപ്പ് പോലത്തെ ഡിസ്ചാർജ്, അല്ലെങ്കിൽ വല്ലാത്തൊരു സ്മെല്ലൊക്കെ ഉള്ള കളറിലും സ്മെല്ലൊക്കെ ഉള്ള ഡിസ്ചാർജുകൾ, ഇത്തരം കാര്യങ്ങൾ വെറും വാട്ടറി ഡിസ്ചാർജ് അല്ലാതെ, അല്ലെങ്കിൽ ഒരു വെള്ള കളറിലുള്ള നമ്മൾ നോർമലി കാണുന്ന ഡിസ്ചാർജ് അല്ലാതുള്ള ഏത് തരത്തിലുള്ള ഡിസ്ചാർജ് ആണെങ്കിലും ഒന്ന് പരിശോധിക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ഒന്നെങ്കിൽ ക്യാൻസർ പോലത്തെ ആകാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇൻഫെക്ഷൻസ് ആകാം, അങ്ങനെ പല കാരണങ്ങളാകാം. തീർച്ചയായിട്ടും അതും ഒരു പ്രധാനപ്പെട്ട രോഗലക്ഷണമായി പലപ്പോഴും കാണാറുണ്ട്. പിന്നീട് രോഗം ഒന്നുകൂടെ മൂർച്ഛിച്ചു കഴിയുമ്പോഴാണ് അടിവയറ്റ് വേദന, അല്ലെങ്കിൽ മൂത്രതടസ്സം, നടുവിന് വേദന, കൈകാലുകൾക്കൊപ്പം വേദനയും നീര് വെക്കുകയും ഒക്കെ വരിക, അതേപോലെ തന്നെ മലം പോകാനുള്ള ബുദ്ധിമുട്ട്, ഇതൊക്കെ ശരിക്കും സെർവൈക്കൽ ക്യാൻസർ വളരെയധികം മറ്റ് അവയവങ്ങളിലേക്ക് പടർന്നു കഴിയുമ്പോഴാണ് അത്തരം രോഗലക്ഷണങ്ങൾ വരാൻ സാധ്യതയുള്ളത്. ഡോക്ടർ, ഒരു കോളർ ഉണ്ട്, ഇടുക്കിയിൽ നിന്നാണ് താഹിറ. ഡോക്ടറോട് സംസാരിച്ചോളൂ താഹിറ. ഹലോ. ചോദിച്ചോളൂ ഡോക്ടർ. ഞാൻ ഇടുക്കിന്നാ. എനിക്കിപ്പം കുറച്ച് നാളായിട്ട് പീരിയഡ്സ് കൃത്യമായിട്ട് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഈ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞപ്പം കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. താഹിറ, കുറച്ചുകൂടി ഉച്ചത്തിൽ സംസാരിക്കൂ. ഹലോ. സംസാരിച്ചോളൂ. ടിവിയിൽ ശ്രദ്ധിക്കരുത്, ഫോണിൽ ശ്രദ്ധിച്ച് കുറച്ചുകൂടി ഉച്ചത്തിൽ സംസാരിക്കൂ. അത് കഴിഞ്ഞ് അവര് സ്കാനിങ് ചെയ്തപ്പം യൂട്രസിന് കട്ടി കൂടുതലാണെന്ന് പറഞ്ഞു. അതെ അതെ. കട്ടി കൂടുതലാന്ന് പറഞ്ഞപ്പം ഇപ്പോ
നോർമലി 3 വേണ്ടടുത്ത് 10 എങ്ങാണ്ട് ഉണ്ടെന്നാണ് അവര് പറഞ്ഞത്. ആ പ്രായം എത്രയായി? 42. അപ്പൊ നമുക്ക് പീരീഡ് വരാതിരുന്നത് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ യൂട്രസിനകത്ത് കട്ടി വെക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം അതാണ്. യൂട്രസിനകത്തുള്ള ഒരു ലൈനിങ് ആണ് എൻഡോമെട്രിയം എന്ന് അതിന് പറയുന്നത്. ആ ഒരു എൻഡോമെട്രിയൽ തിക്നെസ് ആണ് സ്കാനിൽ മെഷർ ചെയ്യുന്നത്. അതാണ് ഇദ്ദേഹം ഇപ്പൊ താഹര പറഞ്ഞ പോലെ തന്നെ 10 മില്ലിമീറ്ററിനും അങ്ങനെ കൂടുതലൊക്കെ വന്നതായിട്ട് പറയുന്നത്. അപ്പം ഈ എൻഡോമെട്രിയത്തിന്റെ തിക്നെസ് ഒരു പരിധി കൂടുതലുണ്ടെങ്കിൽ യൂഷ്വലി നമ്മൾ ഒരു 7-8 മില്ലിമീറ്റർ ഒക്കെ സാധാരണ പ്രതീക്ഷിക്കുന്നത്. 10 ഒരുപാട് കൂടുതലല്ല, എങ്കിലും കുറച്ച് കൂടുതലാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണമുണ്ടോ എന്ന് ചെറിയൊരു ഓപ്പറേഷനോ ഡിയാൻസിയോ എന്തെങ്കിലും ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. മറ്റ് രോഗലക്ഷണങ്ങളൊന്നും അല്ല, ജസ്റ്റ് വെറുതെ 2-3 മാസം പീരീഡ് ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രം കട്ടി വെച്ചതാണെങ്കിൽ സാരമില്ല. അല്ലെങ്കിൽ നമുക്കത് ആ ഒരു ചെറിയ ടെസ്റ്റിലൂടെ അത് ബയോപ്സിക്കൊക്കെ അയച്ച് ആ ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മറ്റെന്തെങ്കിലും രോഗലക്ഷണങ്ങൾ കൊണ്ടാണോ അങ്ങനെ വന്നത്. ശരി ഡോക്ടർ, ഈ ഒരു അസുഖത്തിന്റെ ഒരു ചികിത്സാ രീതി എങ്ങനെയാണ്? ചികിത്സാ രീതിയേക്കാൾ കൂടുതൽ പ്രധാനമായിട്ടും അത് നമ്മൾ ഡിറ്റക്ട് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഘടകം. അതിന് ഏറ്റവും പ്രധാനമുള്ളത് ചെറിയൊരു ടെസ്റ്റ്, പാപ്സ്മിയർ എന്ന് പറയുന്ന വളരെ ചെറിയൊരു ടെസ്റ്റാണ്. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പല സ്ത്രീകൾക്കും പാപ്സ്മിയർ എടുക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഭയങ്കര പേടിയാണ്. സെർവൈക്കൽ സ്മിയർ ടെസ്റ്റ് എന്ന് പറയുന്നത് അത് ക്യാമ്പുകളിലും എല്ലായിടത്തും സുലഭമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഗർഭാശയത്തിന്റെ ഏറ്റവും ഈ ഗളം എന്ന് പറയുന്ന ഏറ്റവും പുറത്തുള്ള ആ ഒരു ഏരിയയിൽ ചെറിയൊരു തടിയുടെ ഒരു ഉപകരണം കൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്രേപ്പ് ചെയ്തെടുക്കുന്ന ഒരു ടെസ്റ്റാണ്. ആ ടെസ്റ്റ് എന്നിട്ട് നമ്മൾ ആദ്യം അങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്ന കലകളെ നമ്മൾ ബയോപ്സിക്ക് അയക്കും. ബയോപ്സിക്ക് അയക്കുമ്പോൾ ഏതെങ്കിലും സെർവൈക്കൽ ക്യാൻസർ എന്നുള്ളതല്ല, അതിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജസ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പൊ അത്തരം പ്രാഥമിക ഏതെങ്കിലും സ്റ്റേജസിൽ നിൽക്കുകയാണോ, ഭാവിയിൽ ക്യാൻസർ ആകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതനുസരിച്ച് നമുക്ക് മുമ്പോട്ട് ട്രീറ്റ്മെന്റും തീരുമാനിക്കാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ഇൻഫ്ലമേഷൻ എന്ന് പറയും, ജസ്റ്റ് ഇൻഫെക്ഷൻ എന്നൊക്കെയുള്ള റിപ്പോർട്ടാണ് വരുന്നതെങ്കിൽ ഇൻഫെക്ഷന്റെ ഉള്ള ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മളൊരു 2-3 മാസം കഴിഞ്ഞ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് നോക്കാൻ പറയും. അതല്ല അതിന്റെ അടുത്ത സ്റ്റേജസ് ഉണ്ട്, അതായത് CIN1 അങ്ങനെ ചില ചേഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ ആഗസ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ റിപ്പോർട്ട് വരും. ആ രീതിയിലൊക്കെ ഉള്ള റിപ്പോർട്ടുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൾപോസ്കോപ്പി എന്നൊക്കെ ഒരു ടെസ്റ്റ് നോക്കുന്നത് നല്ലതാണ്. കോൾപോസ്കോപ്പി എന്ന് വെച്ചാൽ നമ്മളിപ്പോ ലാപ്രോസ്കോപ്പിയുടെ ഒക്കെ ക്യാമറ പോലെ ഒരു ക്യാമറ വെച്ച് ഈ സെർവിക്സ് എന്ന് പറയുന്ന ഏരിയ ഉള്ളിലോട്ട് നോക്കിയിട്ട് അവിടെ ചില ഡൈകളൊക്കെ ഉപയോഗിച്ച് പരിശോധിക്കും. ഏതെങ്കിലും കളർ വ്യത്യാസമുള്ള സ്ഥലങ്ങളൊക്കെ ഏതെങ്കിലും ചില നിശ്ചിത തോതുണ്ട്, കളർ വ്യത്യാസമുള്ള സ്ഥലങ്ങളോ വല്ലതും ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ നിന്ന് ബയോപ്സി എടുക്കും. എന്നിട്ട് ആ ബയോപ്സി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ക്യാൻസറിലേക്ക് എന്തെങ്കിലും ഒരു തുടക്കം സെർവിക്സിനകത്ത് ഏതെങ്കിലും ഒരു ലെയറിൽ എവിടെങ്കിലും തുടങ്ങുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഉണ്ടെങ്കിൽ ആ ഒരു ഏരിയ കട്ട് ചെയ്ത് കളയുക, ഒരു ഏരിയ മാത്രം ഒരു പാർട്ട് മാത്രം കോൺ പോലെ കട്ട് ചെയ്ത് കളയാം, അതാണ് കോൺ ബയോപ്സി എന്നൊക്കെ പറയാം. അല്ല നമുക്ക് വേണമെങ്കിൽ യൂട്രസ് റിമൂവ് ചെയ്യണമെങ്കിലും റിമൂവ് ചെയ്യാം. ആ സ്റ്റേജിൽ വലിയ റിസ്ക് ഒന്നും വേണ്ട. നമ്മളിപ്പോ ചെറിയ ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പിൽ ഇരിക്കണം. RCCയിലൊക്കെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കണം. വർഷം തോറും അത് കറക്റ്റ് ആയിട്ട് പോകണം. കാരണം ഇത് എപ്പോഴെങ്കിലും അടുത്ത സ്റ്റേജിലോട്ട് ചാടുന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല. ശരി, ചില ആളുകൾ ഒരു കോളർ കൂടിയുണ്ട്. മാളയിൽ നിന്ന് ലിസിയാണ്. ലിസി, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടറെ, ഞാൻ ലിസിയാണ്. എനിക്ക് ഇങ്ങനെ അടിവയറിന് ഭയങ്കര ഭാരം, മലം പോവാൻ തടസ്സങ്ങൾ. എനിക്ക് 56 വയസ്സായി. അപ്പൊ എനിക്ക് വയറിന് ഭയങ്കര ഭാരം കൂടുതലും, വയറ് വലുതായി ഒക്കെ വരണം. അടിവയറിനൊക്കെ നല്ല ഭാരം, മൂത്രമൊക്കെ പോവാനായി. പീരീഡ് ഒക്കെ നിന്നു. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വയറിന്റെ വീട്ട് ഭാരം വരുന്നു ഡോക്ടറെ. വയറിന് നല്ല കട്ടിഭാരം, മലം പോവാൻ തടസ്സം, നീര് വരണം. അതെ, നമ്മൾ മലം പോകാൻ തടസ്സമുള്ളപ്പോൾ ഒന്ന് തൈറോയിഡ് നോക്കുന്നത് നല്ലതായിരിക്കും. തൈറോയ്ഡ് ഹോർമോണിന്റെ വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. പിന്നെ ഒന്നുള്ളത് നമ്മൾ കഴിക്കുന്ന ആഹാര രീതികളൊന്നും ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കുറച്ച് ധാരാളം വെള്ളം കുടിക്കണം, പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ധാരാളം കഴിച്ചു നോക്കണം. പിന്നെ തീർച്ചയായിട്ടും വയറിന് അങ്ങനെ ഭാരം തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് സ്കാൻ നോക്കുന്നത് നല്ലതായിരിക്കും. എന്തെങ്കിലും ചിലപ്പം മലബന്ധം എന്താ പറയുക റെക്ടം ഉണ്ടല്ലോ, വൻകുടലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എന്തെങ്കിലും ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ പലതുമുണ്ട്. അത്തരം പ്രശ്നങ്ങളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതല്ല നമ്മളിപ്പോ സൂചിപ്പിക്കുന്ന പോലെ യൂട്രസിനെ ബാധിക്കുന്നതായ രീതിയിലുള്ള മുഴകളോ തടിപ്പുകളോ എന്തെങ്കിലും വളർച്ചകളോ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം സ്കാനിൽ മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഏതെങ്കിലും അങ്ങനെ നമുക്ക് അടിക്കടി അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ
ഒരു ഗൈനക്കോളജിസ്റ്റിനെ സമീപിച്ചിട്ട് യൂട്രസും, ഞാൻ ഈ പറഞ്ഞ പോലെ യൂട്രസിന്റെ താഴെ ഭാഗമാണ് സെർവിക്സ് എന്ന് പറയുന്നത്, അത്തരം ഏരിയയൊക്കെ വന്നൊരു ചെറിയൊരു ഉള്ളു പരിശോധനയുള്ളൂ. അതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. തീർച്ചയായിട്ടും ഒന്ന് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ പ്രായമൊക്കെ ഇത്രയായി, വയറിലൊരു അസ്വസ്ഥത ഉണ്ട് താനും. തീർച്ചയായിട്ടും ഇത്തരം പരിശോധനകളെല്ലാം ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ശരി ഡോക്ടർ, ഈ ഒരു സെർവിക്കൽ ക്യാൻസർ ആണെന്ന് ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിച്ച് പൂർണ്ണമായി ഭേദമാക്കാനാകുമോ? ആ ഒരു വ്യക്തിക്ക് തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് എത്താൻ സാധിക്കുമോ? ഒരു പരിധി വരെ, അതായത് അതിന്റെ സ്റ്റേജ് അനുസരിച്ചിരിക്കും. ഏത് സ്റ്റേജിലാണ് നമ്മൾ ഈ രോഗം കണ്ടുപിടിക്കുന്നത് എന്നുള്ളതനുസരിച്ചാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ പ്രീ ക്യാൻസറസ് സ്റ്റേജസിൽ വല്ലതും ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഇപ്പൊ ഒരു കുട്ടികളൊക്കെ ഉള്ള സ്ത്രീകൾ 40 കഴിഞ്ഞവരാണെങ്കിൽ വേണമെങ്കിൽ യൂട്രസ് അങ്ങ് റിമൂവ് ചെയ്യുക, അതോടുകൂടി തീരും. പിന്നെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല, അവർക്ക് ഒരു പ്രശ്നം അതുകൊണ്ടുണ്ടാകുകയില്ല. മറിച്ച് ഇതുപോലെ ക്യാൻസറിന്റെ തുടക്കം സ്റ്റേജൊക്കെ ആണെങ്കിലും കംപ്ലീറ്റ് യൂട്രസും അതിന്റെ ചുറ്റുമുള്ള ആവരണങ്ങളും എല്ലാം റിമൂവ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത്തരം സംഭവങ്ങളെല്ലാം റിമൂവ് ചെയ്തിട്ട് അതിനെ ഒന്നുകൂടെ ബയോപ്സിക്ക് അയച്ചിട്ട് സ്റ്റേജ് ഒന്നുകൂടെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കിയിട്ട് പറഞ്ഞ പോലെ റേഡിയോ തെറാപ്പിയോ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ് വല്ലതും വേണമെങ്കിൽ യൂഷ്വലി കൊടുക്കാറുണ്ട്, RCCയിലും പറ്റും. അതല്ല ജസ്റ്റ് അവരെ ഒരു ഫോളോ അപ്പിന് വെച്ചാൽ മതി. കറക്റ്റ് ആയിട്ട് അതിന്റെ ഫോളോ അപ്പ് ഇയർലി ഫോളോ അപ്പിന് വെച്ച് മുമ്പോട്ട് പോകാൻ പറ്റും. ഏർലി സ്റ്റേജസിലൊക്കെ യൂട്രസും അതിന്റെ ചുറ്റുമുള്ള സംഭവങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും രോഗത്തിൽ നമുക്ക് ഇതുണ്ടാകും, പൂർണ്ണമായിട്ട് മുക്തി നേടാൻ സാധിക്കും. മറിച്ച് ഈ പറഞ്ഞ പോലെ ലേറ്റ് സ്റ്റേജസ്, അതായത് അത് മറ്റ് അവയവങ്ങളിലേക്ക്, കുടലിലേക്കും അല്ലെങ്കിൽ മൂത്രാശയത്തിലേക്കും, അതുപോലെ എന്താ പറയണ്ടേ, നമ്മുടെ ഗർഭപാത്രത്തിന്റെ തന്നെ മറ്റ് ഭാഗങ്ങൾ, മേലോട്ടുള്ള ഭാഗങ്ങളിലേക്കും ഒക്കെ പടർന്നിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പൂർണ്ണമായ ഒരു സുഖം ലഭിക്കാൻ സാധ്യതയില്ല. കാരണം റേഡിയോതെറാപ്പി മറ്റ് ചികിത്സകളും ഒക്കെ ചെയ്താലും അത് പിന്നീട് ശരീരത്തിന്റെ മറ്റ് അവയവങ്ങളിലേക്ക് പരക്കാനുള്ള ഒരു സെക്കൻഡറീസ് എന്നൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതല്ലേ, അങ്ങനെ പരക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരം സാഹചര്യങ്ങളിൽ നമുക്കൊരു 5 വർഷത്തിൽ കൂടുതൽ ആ രോഗി ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, 10% താഴെയൊക്കെ ഉള്ളൂ. മറിച്ച് നമ്മൾ ആ ബിഗിനിങ് സ്റ്റേജസിലൊക്കെയാണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ നമുക്കൊരു 70% രോഗിക്ക് 5 വർഷത്തിലേറെ അല്ലെങ്കിൽ 5 ഇയർ അല്ലെങ്കിൽ 10 ഇയർ സർവൈവൽ എന്നൊക്കെ പറയും, ജീവിച്ചിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ശരി, ഒരു കോളർ കൂടിയുണ്ട്. ഇടുക്കിയിൽ നിന്നും ആലിസ് ആണ്. ഡോക്ടറോട് സംസാരിച്ചോളൂ ആലിസ്. ഹലോ. ചോദിച്ചോളൂ. ഹലോ, സംസാരിച്ചോളൂ. ഡോക്ടറെ ഞാനേ ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കൂ ആലിസ്. ഹലോ ഡോക്ടർ, ഞാനേ എനിക്ക് 54 വയസ്സുണ്ട്. എനിക്ക് 54 വയസ്സുണ്ട്. അപ്പം എനിക്ക് പീരിയഡ്സ് നിന്നിട്ട് ഒരു 4 വർഷത്തിന് ശേഷം പീരിയഡ്സ് ആയി. ഇവിടെ ഒരു ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ അപ്പോൾ എന്നോട് പറഞ്ഞു, ടിവിയിൽ ശ്രദ്ധിക്കരുത്, ഫോണിൽ ശ്രദ്ധിച്ച് സംസാരിക്കൂ. ടി വി മ്യൂട്ട് ചെയ്യൂ. ആയിക്കോട്ടെ. അത് ഞാൻ മെഡിക്കൽ കോളേജിൽ പോയി എന്നോട് DNC ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ 17-ാം തീയതി DNC ചെയ്തു. അപ്പൊ അതിന്റെ എനിക്കിപ്പം ബ്ലീഡിങ് ഉണ്ട്. റിപ്പോർട്ട് ആയില്ലല്ലോ, 17-ാം തീയതി ചെയ്തല്ലേ ഉള്ളൂ. ഹലോ. ഇപ്പൊ ബ്ലീഡിങ് ഉണ്ട് ഡോക്ടർ, എനിക്ക് ചെറിയ തോതില്. അത് നമുക്ക് എത്ര ദിവസം വരെ നിൽക്കും? അത് ഒരാഴ്ച കൂടുതൽ നിൽക്കത്തില്ല. കാരണം അത് DNC ചെയ്തുകൊണ്ട് വന്ന ബ്ലീഡിംഗ് ആണ്. DNC എന്ന് പറഞ്ഞാൽ ഫുൾ ഓപ്പറേഷൻ അല്ലേ, ഉള്ളിൽ നമ്മൾ ഉപകരണമൊക്കെ വെച്ച് പിന്നെ അതിന്റെ ഉള്ളിൽ നിന്നുള്ള ടിഷ്യൂ ഒക്കെ എടുക്കുകയാണ്, ഇങ്ങനെ നമ്മള് സ്ക്രൈപ്പ് ചെയ്ത് എടുക്കുന്നത്. അപ്പൊ അങ്ങനെ എടുക്കുന്നത് കൊണ്ട് യൂഷ്വലി ചിലർക്ക് ബ്ലീഡിങ് കാണും. ഫുൾ ഓപ്പറേഷൻ കഴിയുമ്പോൾ ചിലപ്പോൾ ഒരാഴ്ച വരെയൊക്കെ ബ്ലീഡിങ് കാണും. പതുക്കെ അത് നോക്കും. എന്തായാലും ഇതിന്റെ റിപ്പോർട്ട് വരുന്നത് വളരെ അത്യാവശ്യമാണ്. റിപ്പോർട്ട് ഒരു 10 ദിവസം കഴിയുമ്പോഴത്തേക്ക് റിപ്പോർട്ട് വരുമായിരിക്കും. റിപ്പോർട്ട് എന്തായാലും കളക്ട് ചെയ്ത് ഡോക്ടറെ കാണണം. നമുക്ക് മറ്റെന്തെങ്കിലും, അതായത് പീരീഡ് ഒക്കെ നിന്ന് കഴിഞ്ഞിട്ട് വന്ന ബ്ലീഡിംഗ് ആണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ഞാനത് പോസ്റ്റ് മെനോപോസൽ ബ്ലീഡിംഗ് എന്ന് പറയും. അത്തരം ബ്ലീഡിംഗ് വരുമ്പോൾ തീർച്ചയായിട്ടും ഓപ്പറേഷൻ ചെയ്തത് നന്നായി. അതിന്റെ റിപ്പോർട്ടും തീർച്ചയായിട്ടും കളക്ട് ചെയ്ത് ഡോക്ടറെ കാണിക്കണം. മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഒന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് മുമ്പോട്ടുള്ള ട്രീറ്റ്മെന്റ് പോകുന്നത് തന്നെയാണ് നല്ലത്. ശരി, ഒരു കോളർ കൂടിയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മീനുവാണ്. സംസാരിച്ചോളൂ ഡോക്ടറോട്. ഹലോ. പറയൂ. ഡോക്ടറെ, എനിക്കിപ്പോ 22 വയസ്സാണ്. പക്ഷേ എന്റെ മെൻസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത ടൈം തൊട്ട് എനിക്ക് 10 ദിവസത്തിൽ കൂടുതൽ ബ്ലീഡിങ് കാണാറുണ്ട്. പിന്നെ ഇപ്പോ ഒരു 5 വർഷത്തോളമായിട്ട് ബ്ലീഡിങ് ഉണ്ട് നന്നായിട്ട്. ചിലപ്പോൾ പീരീഡ്സ് സ്റ്റാർട്ട് ചെയ്താൽ 1 മാസം 2 മാസം അങ്ങനെയൊക്കെ പോകാറുണ്ട്. അപ്പൊ പല ഡോക്ടേഴ്സിനെയും കാണിച്ചു, ടെസ്റ്റ് ഒക്കെ ചെയ്തായിരുന്നു. അപ്പോൾ സ്കാനിങ്ങിലും പ്രശ്നമില്ല, തൈറോയിഡിലും പ്രശ്നമില്ല.
അപ്പൊ എനിക്ക് മീനുവിന്റെ കേട്ടിട്ട് തോന്നുന്നത് ചിലപ്പോൾ നമ്മൾ സ്കാനിൽ കൃത്യമായിട്ട് അതിന്റെ അറിയണമെന്നില്ല. പോളിസിസ്റ്റിക് ഓവറിയുടെ ചേഞ്ചസ് ചെറുതായിട്ട് കാണും. അതിന്റെ എപ്പോഴും സ്കാനിൽ PCOD കാണണമെന്നില്ല. ഇല്ലാതെ തന്നെ നമുക്ക് അതിന്റെ രോഗലക്ഷണങ്ങൾ വരാമെന്നാണ് പറയുന്നത്. ചെറിയ ചെറിയ ഹോർമോൺ വ്യത്യാസങ്ങള് അല്ലെങ്കിൽ ചില ശാരീരിക പ്രശ്നങ്ങള് ഓടൊപ്പം പോളിസിസ്റ്റിക് ഓവറി വരാമെന്നും പറയുന്നുണ്ട്. അപ്പം മിക്കവാറും അതിന്റെ ഒരു ചേഞ്ചസ് കാണാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ എപ്പോഴും ഈ PCOD ഉള്ളവർക്കാണ് ഇതുപോലെ ഇറഗുലർ ബ്ലീഡിങ്, എസ്പെഷ്യലി നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള കൊച്ചുകുട്ടികൾക്ക് ബ്ലീഡിങ് തെറ്റി തെറ്റി വരാൻ സാധ്യതയുള്ള ഏറ്റവും സാധാരണമായ കണ്ടീഷൻ എന്ന് പറയുന്നത് പോളിസിസ്റ്റിക് ഓവറി തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു മീനുവിന് കുറച്ചൊരു ഹോർമോൺ ട്രീറ്റ്മെന്റ് വേണ്ടി വരും. ഹോർമോൺ അടങ്ങിയ ഗുളികകൾ കുറച്ച് നാൾ കഴിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ഇതിനൊരു പരിഹാരം കാണാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അമിത വണ്ണം വല്ലതും ഉണ്ടെങ്കിൽ വണ്ണം ഒന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ശരി, ഒരു കോളർ കൂടിയുണ്ട്. റഷീദയാണ് തൊടുപുഴയിൽ നിന്ന്. സംസാരിച്ചോളൂ ഡോക്ടറോട്. ശരി, ഹലോ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ. എനിക്ക് യൂട്രസിൽ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നാണ്. യൂട്രസ് റിമൂവ് ചെയ്തു. അപ്പൊ ഈ സെർവിക്സ് എന്ന് പറഞ്ഞ ആ ഭാഗം മുതലാണ് നമ്മുടെ യൂട്രസ് റിമൂവ് ചെയ്യുമ്പോൾ മാറ്റണേ? അതെ 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 അതെ. ഈ ഓവറിയും അതിന്റെ കൂടെ മാറ്റി. ഓവറിയിൽ ചെറിയ സിസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് അവര് പറയണേ. ഓക്കെ ഓക്കെ. അതായത് യൂട്രസ് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിൽ ചെയ്യാം. പഴയ കാലത്തൊക്കെ ആയിരുന്നു സെർവിക്സ് വെച്ചിട്ട് ബാക്കി യൂട്രസ് റിമൂവ് ചെയ്തുകൊണ്ടിരുന്നത്. സൂപ്രാ സെർവൈക്കൽ ഹിസ്റ്ററക്ടമി എന്നൊക്കെയാണ് പറയുന്നത്. ഇപ്പൊ അങ്ങനെ ചെയ്യാറില്ല ആരും. ഇതുപോലെ ഈ സെർവിക്സിനകത്തൊക്കെ ക്യാൻസറിന്റെ ഒക്കെ സാധ്യതകൾ കൂടുന്നുണ്ട്. ഇപ്പൊ എല്ലാ യൂട്രസ് റിമൂവൽ കീഹോൾ ലാപ്രോസ്കോപ്പി വഴിയായാലോ അല്ലെങ്കിൽ ഓപ്പൺ ശസ്ത്രക്രിയയാണോ ആയാലും ഏതിലായാലും യൂട്രസ് കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. അപ്പോൾ യൂട്രസ് ട്യൂബുകള് പിന്നെ യൂട്രസിന്റെ താഴെ ഭാഗത്തുള്ള ഈ സെർവിക്സ് പറഞ്ഞ ഏരിയ എല്ലാം കംപ്ലീറ്റ് നീക്കം ചെയ്യും. ഓവറി മാത്രം വേണമെങ്കിൽ നമുക്ക് വെച്ചേക്കാം. എസ്പെഷ്യലി ഒരു 45 ഇയേഴ്സിലൊക്കെ താഴെയുള്ള സ്ത്രീകളാണെങ്കിൽ ഓവറി നല്ല ഓവറി ആയിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ വെച്ചേക്കുന്നത് നല്ലതാണെന്ന് പറയും. കാരണം അവർക്ക് ഹോർമോൺ വ്യത്യാസങ്ങളും മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓവറി നമുക്ക് സ്കാനിലും ഡോക്ടർ നോക്കിയപ്പോഴും ഡോക്ടറിന് വേറെ അപാകതകളൊന്നും തോന്നിയില്ലെങ്കിൽ ഓവറി വെച്ചേക്കുന്നത് നല്ലതാണ്. അത് ദോഷമൊന്നുമില്ല, അതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരി, ഒരു കോളർ കൂടിയുണ്ട്. സോജയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ പറഞ്ഞോളൂ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ. എന്റെ പേര് സോജ എന്നാണ്. എനിക്ക് 48 വയസ്സുണ്ട്. അപ്പൊ എനിക്ക് ഒരു 2 വർഷം മുമ്പ് നല്ല ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടായി. മെറീന എന്ന് പറയുന്ന സാധനം ഇട്ടായിരുന്നു. അത് അതേ സ്പീഡിന് തന്നെ അങ്ങ് ഊരിപ്പോയായിരുന്നു അടുത്ത ബ്ലീഡിങ് ആയപ്പോഴത്തേക്ക്. അത് കഴിഞ്ഞതിന് ശേഷം 1 വർഷം കഴിഞ്ഞിട്ട് പിന്നെ എമിലി എന്ന് പറയുന്ന ഇതിട്ടു. അതും അതേപോലെ അടുത്ത ഇതാവുന്നപ്പോ അതും അതേപോലെ അങ്ങ് പോയി, ബ്ലീഡിങ്ങിന് തന്നെ അതങ്ങ് പോയി. പിന്നെ ഞാൻ മരുന്നൊന്നും ഉപയോഗിച്ചില്ല. ഞാൻ സ്വയമായിട്ട് തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു. അപ്പൊ പിന്നെ ഒരു 7 ദിവസം കഴിഞ്ഞപ്പോ ബ്ലീഡിങ് അങ്ങ് നിന്നു. അപ്പൊ പിന്നെ വരുന്ന ബ്ലീഡിംഗ് എന്ന് വെച്ചിരുന്നാൽ ഒരു 3 മാസം 4 മാസം കൂടുമ്പോഴാണ് വരുന്നത്. പക്ഷെ അത് നോർമൽ ടൈമിന് തന്നെ വരുന്നത്. സ്കാനിങ്ങിലൊന്നും ഒരു കുഴപ്പമില്ല. ഇപ്പോഴും എനിക്ക് പീരീഡ്സ് ആണ്, 3ാമത്തെ ദിവസമാണ്. പക്ഷെ 3 മാസം കഴിഞ്ഞിട്ടാ വീണ്ടും ആയത്. അതിൽ വല്ല എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രായം എത്രയെന്നാ പറഞ്ഞേ? 48. ശരി ശരി. നമുക്ക് പെരിമെനോപോസൽ DUB അല്ലെ AUB എന്ന് പറയാറുണ്ട്. അതായത് മാസമുറ നിൽക്കുന്ന സമയത്തോടനുബന്ധിച്ച് വരുന്ന ആർത്തവത്തിൽ വരുന്ന ക്രമക്കേടുകൾ. അത്തരം ഒരു ക്രമക്കേടായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ കേട്ടിട്ട്. പിന്നെ ഈ മെറീന എന്ന് പറയുന്ന യൂട്രസിനകത്തിട്ട ഉപകരണമില്ല, അത് ഇട്ട് കഴിഞ്ഞ് വരുന്ന ചില വ്യത്യാസങ്ങളുണ്ട്. മെറീന ഒരു ഹോർമോണാണ്, ഹോർമോൺ റിലീസ് ചെയ്യുന്ന ഒരു റോഡാണ്. അത് ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിക്കുന്നത്, അതുപോലെ എമിലി അത് തന്നെ, രണ്ടും അത് തന്നെ. അപ്പൊ അത് നിക്ഷേപിക്കുന്ന യൂട്രസ് ചുരുങ്ങാനും യൂട്രസിലെ ഫൈബ്രോയിഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ ഒരു വളർച്ച കുറയാന്, ബ്ലീഡിംഗ് പ്രോബ്ലം ഉള്ളവർക്ക് ബ്ലീഡിംഗ് കുറയാനും ഒക്കെ സഹായകമാണ് ഈ സംഭവം. ഈ മെറീനയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ മെറീന ഇട്ടാൽ ക്യാൻസർ വരാനുള്ള സാധ്യതയും ഇല്ലെന്ന് തന്നെയാ പറയുന്നത് ഗർഭാശയത്തിനുള്ളില്. അപ്പോ ഇത്തരം മെറീന പോലുള്ള ഉപകരണങ്ങളൊക്കെ ഇട്ടിട്ട് നമ്മൾ റിമൂവ് ചെയ്താൽ ചിലപ്പോൾ ഒരു 6 മാസം അല്ലെങ്കിൽ 1 വർഷത്തേക്കൊക്കെ ചില ബ്ലീഡിംഗ് പ്രോബ്ലംസ് ചിലർക്ക് വരാറുണ്ട്. ഒന്ന് കറക്റ്റായി വരാനും ശരിയായിട്ട് വരാനും ഒക്കെ ചിലപ്പോൾ കുറച്ച് അപാകതകൾ ഉണ്ടാക്കാം. ഒരു പക്ഷെ അതാകാം, അല്ലെങ്കിൽ പീരീഡ് നിൽക്കുന്നതിന്റെ ചേഞ്ചസ് ആകാം. ശരി ഡോക്ടർ ക്യൂ, ഇനി ഇടവേളയാണ്. ഗർഭാശയ ക്യാൻസറെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ക്യൂവിൽ. ഡോക്ടർ, ഈ HPV വാക്സിൻ എന്താണ്, അതിൻ്റെ ഒരു ഗുണം, അത് ഏത് പ്രായക്കാർക്കാണ് എടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊന്ന് പറയാമോ?
തീർച്ചയായിട്ടും HPV വാക്സിൻ ഇപ്പോൾ വളരെ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൗമാരക്കാർക്കാണ് ഈ വാക്സിൻ എടുക്കേണ്ടത്. അതായത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് വേണം ഈ വാക്സിൻ എടുക്കേണ്ടത്. അതിനുശേഷം ഈ വാക്സിൻ എടുത്തുകൊണ്ട് വലിയൊരു പ്രയോജനം ഇല്ല എന്ന് തന്നെയാണ്. അതാണ് ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ആളുകൾ. ഇപ്പം 3 ഡോസായിട്ടാണ് ഈ വാക്സിൻ എടുക്കുന്നത്. 0, 1 and 6 months. ഒരു 0 ഡോസ് എടുത്താൽ 1 മാസം കഴിഞ്ഞാൽ സെക്കൻഡ് ഡോസ് എടുക്കണം. 6 മാസം കഴിയുമ്പോൾ തേർഡ് ഡോസ് എടുക്കണം. ഈ 3 ഡോസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ HPV എന്ന് പറഞ്ഞ ഒരു വൈറസ് ഉണ്ട്. HPV എന്ന് പറഞ്ഞ വൈറസ് മൂലം ഉണ്ടാകുന്ന സെർവൈക്കൽ ക്യാൻസർ ഉണ്ട്. സെർവൈക്കൽ ക്യാൻസറിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പം പലതരത്തിലുള്ള അനാവശ്യമായ ലൈംഗിക ബന്ധങ്ങൾ, മൾട്ടിപ്പിൾ സെക്ഷൽ പാർട്ട്നേഴ്സ്, ഒരുപാട് പേരുമായിട്ടുള്ള ലൈംഗിക ബന്ധം, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാരണങ്ങൾ കൊണ്ട് സെർവൈക്കൽ ക്യാൻസർ വരാം ഏറ്റവും കോമൺ ആയിട്ട്. പക്ഷെ എങ്കിലും ഈ HPV എന്ന് പറഞ്ഞ വൈറസ് മൂലം ഉണ്ടാകുന്ന സെർവൈക്കൽ ക്യാൻസർ, അത് HPV വൈറസ് ഒരു 100 ടൈപ്പ് ഉണ്ട്. അതിൽ 16, 18, 11 ഇങ്ങനെ 3-4 വിഭാഗങ്ങളാണ് സെർവൈക്കൽ ക്യാൻസർ ഉണ്ടാകുന്നത്. അപ്പൊ അത്തരം ഘടകങ്ങൾക്കെതിരെ ഈ വാക്സിന് പ്രവർത്തിക്കാൻ കഴിയുമുള്ളതാണ്. അപ്പോൾ രോഗപ്രതിരോധ ശേഷി ഉണ്ടാക്കുക. നമുക്ക് എല്ലാ വാക്സിനും പോലെ തന്നെ ശരീരത്തെ ഈ വാക്സിൻ എടുത്തു കഴിയുമ്പോൾ ആന്റിബോഡി ഉണ്ടായി രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കും. അതിലൂടെ അഥവാ എങ്ങാനും ഏതെങ്കിലും കാലഘട്ടത്തിൽ പിന്നീട് വിവാഹം കഴിച്ച് അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് എങ്ങാനും നമ്മുടെ ശരീരത്തിൽ HPV വൈറസ് കടന്നുകൂടാൻ ഇടയായാൽ ഈ ആന്റിബോഡി പ്രവർത്തിച്ചിട്ട് ഈ വൈറസിന്റെ പ്രവർത്തനം ഇല്ലാതാക്കും. അതേപോലെ തന്നെ സാധാരണ ഇത്തരം വൈറസ് ശരീരത്തിൽ കയറിയാൽ അത് 15-20 വർഷം കഴിയുമ്പോഴായിരിക്കും ചിലപ്പോൾ അത് ക്യാൻസർ ആയിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത്. അതൊക്കെ ഒഴിവാക്കാൻ ഈ വാക്സിൻ എടുത്തവർക്ക് സാധിക്കും എന്നുള്ളതാണ്. പക്ഷെ അവിടെയും ചെറിയൊരു പ്രശ്നമുള്ളത്, എല്ലാ വൈറസ് ഘടകങ്ങൾക്കെതിരെയും പ്രവർത്തിക്കാൻ ഈ വാക്സിന് കഴിയില്ല എന്നുള്ളത്. പക്ഷെ എങ്കിലും ഏറ്റവും കൂടുതൽ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള HPV വൈറസിനെതിരെ ഈ വാക്സിൻ വളരെ ഫലപ്രദമാണ്. ശരി. ഗർഭാശയ ക്യാൻസറിനെ കുറിച്ചാണ് ഗൈനക്കോളജിസ്റ്റ് അനുപമ ആർ വിശദമായി സംസാരിച്ചത്. നന്ദി ഡോക്ടർ. താങ്ക് യു. ഡോക്ടർ ക്യൂ പൂർണ്ണമാകുന്നു. നമസ്കാരം.